ഇന്ന് നൂതന കേരളം, ഈ നവീന കേരളം, ആ കേരളം തന്നെ രൂപം കൊടുത്തത് ആരാണ് എന്ന് കേരളത്തെപ്പറ്റി, വർത്തമാന കേരളത്തെപ്പറ്റി, നാളത്തെ വർത്തമാന കേരളത്തെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ, ഈ നൂതന കേരളത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സഖാവ് പിണറായി വിജയൻ എന്ന് പറയും. ശരിയാണ്, ചില ഏതാണ്ട് വാശിയും ഇതൊക്കെ കാണും, ചില കാര്യങ്ങൾ ദൃഢനിശ്ചയമുണ്ട്, ഇത് ഇങ്ങനെയേ പോകാവൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയേ പോകൂ, ശരിയാ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്, അത് വ്യക്തമായിട്ട് എനിക്കറിയാം. ഇന്ന് നമ്മൾ കേന്ദ്രത്തിൽ നോക്കിയാൽ, കേരളത്തിൽ നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയൊക്കെ ഉണ്ടായിരുന്നു. ആ നിയമസഭയിൽ കേരള സംസ്ഥാനത്ത് കേരള സർക്കാർ എത്രയോ ജനാധിപത്യപരമായിട്ടാണ് ഇന്ന് നിയമസഭ നടത്തിക്കൊണ്ടുപോകുന്നത്. നിയമസഭയിൽ പറഞ്ഞു, പ്രതിപക്ഷമേ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ചർച്ച ചെയ്യുക, നമുക്ക് സംസാരിക്കാം. ശബരിമലയുടെ വിഷയമാണോ, നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കാര്യവും ചർച്ച ചെയ്യാൻ UDF തയ്യാറല്ല, ഒരു കാര്യവും UDF തയ്യാറല്ല. അത് പാർലമെന്റ് അല്ല, അസംബ്ലിക്കകത്തല്ല ചർച്ച ചെയ്യേണ്ടത്, ചർച്ച ചെയ്യാൻ തയ്യാറല്ല. പിന്നെ എന്താ ചെയ്യാം? അവര് പുറത്തു പോയി ഈ പറയുന്ന എപ്പോഴും ആരോപണം വികസനത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മറിച്ച് ഡൽഹിയിലേക്ക് പോയി നേരെ വിപരീതമാണ്. അവിടുത്തെ സർക്കാർ എന്താ ചെയ്യുക? കണ്ടില്ല ഇന്നത്തെ പർത്തത്തിലും ഇന്നലത്തെ പർത്തത്തിലും. അവിടെ പ്രതിപക്ഷം ഒരു വാക്ക് ചോദിച്ചാൽ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണമേ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ പോലും നടക്കേണ്ട പ്രശ്നമില്ല. എനിക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയം കൊടുക്കണമെന്ന് നിരവധി പ്രാവശ്യം എഴുതി കൊടുത്തിട്ട് ഒരെണ്ണം എടുത്തിട്ടില്ല. എവിടെയാണ് ജനാധിപത്യം? പക്ഷേ ഇത് രണ്ടും കൂടെ എന്താ കാണുന്ന വികസന വിരുദ്ധ ഒരു തൂവൽ പക്ഷികളെ പോലെ തന്നെയാണ് BJPയും കോൺഗ്രസ് പോകുന്നത്. ഇത്രയും വികസനം നടത്തിയിട്ടുണ്ട്. ഞാനൊരു ഏതായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒന്നുമല്ല, ഇത്രയും വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വികസനത്തിന്റെ കാര്യം കോൺഗ്രസ് പാർട്ടി പറയട്ടെ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു വികസനം നടത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഈ വികസനം നടത്തിയത് ജനങ്ങൾക്ക് പ്രയോജനമില്ലായിരുന്നു എന്ന് പറയട്ടെ, അത് പറയാൻ പറ്റുന്നില്ല. പക്ഷേ പുതിയ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. ഏത് പുതിയ നൂതന പദ്ധതികളൊക്കെ നമ്മൾ നടപ്പിലാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. അപ്പോൾ സ്നേഹിതരെ ഞാൻ ചുരുക്കിയാണ്, അവിടെ കോതമംഗലംകാര് 1.5 മണിക്കൂറായിട്ട് അവര് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ ടീം അംഗങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, ഏതാനും ആഴ്ചക്കകം അല്ലെങ്കിൽ മാസങ്ങൾക്കകം നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, നടന്നു നീങ്ങുകയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തറത്തട്ടിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. എന്താണ് ആ ട്രെൻഡ്? LDFന് അനുകൂലമായ ഒരു ട്രെൻഡ്. ആ ട്രെൻഡ് എങ്ങനെയാ വരുന്നത്? ആ ട്രെൻഡ് എങ്ങനെയാ രൂപപ്പെടുത്തുന്നത്? അത് രൂപപ്പെടുത്തുന്നത് ഓരോരുത്തരും നമ്മൾ ചെയ്ത, ഞാനിപ്പോ പറഞ്ഞു 70,000 കുടുംബങ്ങൾക്ക്, എവിടെയാ 70,000 വ്യക്തികൾക്ക് ഈ പറയുന്ന നമ്മുടെ തൊഴുകുട നിയമസഭാ മണ്ഡലത്തിൽ കെട്ടിയ ഡയറക്റ്റായിട്ട് കിട്ടിയ ആനുകൂല്യമാണ്. ഇതിനുശേഷം നമുക്കറിയാം, കണക്ട് വർക്ക് എന്ന് പറഞ്ഞ യുവാക്കൾക്ക് ചികിത്സാ സഹായം കൊടുത്തത്, മറ്റാനുകൂല്യങ്ങൾ കൊടുത്തതൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നില്ല. 70,000 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർമാരിൽ 60% അവർക്ക് നേരിട്ട് കിട്ടിയ ആനുകൂല്യം നമ്മൾ കണ്ടെത്തി, അത് അവരുമായി സംവാദം നടത്തി. എവിടെയെങ്കിലും വിഷമമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, വിഷമമുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുത്താൽ, അത് നമ്മൾ സംസാരിച്ചാൽ അതൊരു ഓളമായി മാറും, അതൊരു ട്രെൻഡായി മാറും. ആ ട്രെൻഡായി മാറുമെന്നതാണ് LDFന് അനുകൂലമായി വരുന്നത്. ഇപ്പോൾ ഈ യോഗം വെച്ചിരിക്കുന്നത് നമ്മളൊരു ജനസമ്പർക്ക പരിപാടിയാണ്. ഇവിടെ പട്ടയത്തിന്റെ വിഷയമുണ്ട്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന പട്ടയം അത് പുതിയ നിയമം പാസാക്കി അതിന്റെ കരട് കൊണ്ടുവന്നു. ഇപ്പോൾ ഉള്ളതെല്ലാം ക്രമീകരിച്ചു. ഇനി അടുത്ത ചോദ്യം, ഇത് കോടതിയുമായി ബന്ധപ്പെട്ടാണോ വന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഇനി നിർമ്മാണം നടത്തുന്നത് എങ്ങനെ വേണം? അതിന്റെ ചട്ടങ്ങളെല്ലാം റെഡിയായി ഈ ഒരാഴ്ചക്കകം അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും, ഉത്തരവുണ്ടാവും. അതോടുകൂടി ആ വിഷയം പരിഹരിക്കും.
ഇന്ന് ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ലായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണല്ലേ വനത്തിന്റെ വിഷയമുണ്ട്. നമ്മൾ വന്യമൃഗവുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, ആ നിയമം ആക്ച്വലി കേന്ദ്രത്തിന്റെ നിയമമാണ് വന്യജീവി സംരക്ഷണ ബില്ല്. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അത് ഭേദഗതി വരുത്താൻ അവർ തയ്യാറല്ല. എന്താണ് ഭേദഗതി വരുത്തേണ്ടത്? പുറത്തോട്ട് വരുന്ന അക്രമകാരികളായ ആ വന്യമൃഗത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഞങ്ങൾക്ക് സാധിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, 4 വർഷക്കാലം മുമ്പ് ഈ വിഷയം അതിശക്തമായി എല്ലാ പ്രദേശങ്ങളിലും വന്നപ്പോൾ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ ഒറ്റ കാര്യങ്ങൾ, ഏത് വന്യമൃഗം പുറത്തേക്ക് അക്രമകാരികളാണ് അതിനെ നമ്മുടെ പട്ടയം കിട്ട സ്ഥലത്താണെങ്കിൽ വെടിവെച്ച് കൊല്ലണം. അതിന് യാതൊരു സംശയവുമില്ല, ധൈര്യമായിട്ട് പറയും. അതിനുള്ള നിയമത്തിൽ പറയുന്ന പോലുമുണ്ട്. പക്ഷെ ആ ഭേദഗതി വരുത്താൻ കേന്ദ്രം തയ്യാറാകണമെന്നപ്പോൾ നമ്മൾ ആ ഭേദഗതി നടത്തി, നിയമസഭയിൽ നടത്തി. പരിമിതികളുണ്ട്, അത് കേന്ദ്രത്തിന്റെ ഒരു സബ്ജക്റ്റായി മാറി. ആ സബ്ജക്റ്റ് ഇനി പ്രസിഡന്റ് ഒപ്പിടണം. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇവിടുത്തെ ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അവര് ഒപ്പിടും. എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെതായി മാറിയത്? ഇത് നേരത്തെ ഈ വനം വകുപ്പ് എന്ന് പറഞ്ഞ കേരള സംസ്ഥാനത്തിന്റെ മാത്രമായി സ്വാതന്ത്ര്യമുള്ള ഒരു മന്ത്രാലയമായിരുന്നു. അതിനുശേഷം അത് കൺകറന്റ് ലിസ്റ്റിലാക്കി. നമുക്കറിയാം, അത് ഇന്ദിരാഗാന്ധിന്റെ കാലത്ത് കൺകറന്റ് ലിസ്റ്റിലാക്കി. അതുകൊണ്ട് എന്ത് പറ്റി? കൺകറന്റ് ലിസ്റ്റിലാക്കി എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് കുറച്ചുണ്ട്, അതിൽ കൂടുതൽ ഇന്ന് അധികാരം കേന്ദ്രത്തിലേക്ക് ആക്കി കൊടുത്തു. ആര് കൊടുത്തു? അന്നത്തെ കാലത്ത് സർക്കാർ. ഇപ്പോൾ അതിനുശേഷം 4 വർഷം 42-ാം വകുപ്പ് അനുസരിച്ച് അവർ ഭേദഗതി നടത്തി, ഭരണഘടനയിൽ ഭേദഗതി നടത്തി. ഈ സർക്കാർ വന്നതിന് ശേഷം 3 പ്രാവശ്യം നടത്തി. അവിടെയെല്ലാം വന്യമൃഗത്തിനെയും വനം സംരക്ഷിക്കുന്ന മാത്രമാണ് എടുത്തത്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുവാൻ ഒരു ഭേദഗതി നടത്തിയില്ല. ആരോടാ ഇപ്പൊ സ്നേഹം? നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിനാണോ ഇപ്പോഴുണ്ടായിരുന്ന സർക്കാരിനാണോ? ഈ 2 പേർക്ക് സ്നേഹമില്ല. ഇപ്പോൾ ഇതെല്ലാം LDFന്റെ തലയിലേക്ക് വെച്ച് രാഷ്ട്രീയം നേട്ടം നോക്കുകയാണ്. അവിടെയും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ചെന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ രാഷ്ട്രീയ നിലപാടും നമ്മുടെ ലക്ഷ്യവും ചെന്നെത്തിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്